ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അൻവർ പാതി വഴിയിലിറങ്ങിയ കസേരയിലേക്ക് ഇനി ആര്? നിലമ്പൂരിൽ പിണറായി വിജയനെ തോൽപ്പിക്കാനിറങ്ങുന്ന PV അൻവറിന്റേതാണ് ഉപതെരഞ്ഞെടുപ്പിലെ ജീവൻ മരണ പോരാട്ടം. PV അൻവറിന്റെ രാഷ്ട്രീയ വർത്തമാനത്തിന് ഏറനാടൻ പോരിന്റെ ചൂരുണ്ട്. LDF-ഉം UDF-ഉം തമ്മിലല്ല, ജനവും പിണറായിയും തമ്മിലുള്ള പോരാട്ടമെന്ന അൻവറിന്റെ മുദ്രാവാക്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDF-ന് നൽകിയ മുദ്രാവാക്യമാണ്. അപ്പുറത്ത് PV അൻവറിനെ ഒറ്റുകാരൻ യൂദാസായിട്ടാണ് CPIM കാണുന്നത്. പ്രമുഖനെ നിർത്തുമെന്ന് പറയുന്ന CPM-ന്റെ പോരിനും വാശിയേറുമെന്ന് അർത്ഥം. ജോയ്ഫുൾ വിജയമുണ്ടാകുമെന്ന സണ്ണി ജോസഫിന്റെ പ്രതികരണം ആര്യാടൻ ഷൗക്കത്തിനെയും ജോയ്ഫുൾ ആക്കുമോ? അറിയാൻ മണിക്കൂറുകളുടെ താമസമേയുള്ളൂ. പണവും അധ്വാനവും നിലമ്പൂരിൽ വെറുതെ കളയാനില്ല എന്ന് BJP നയം വ്യക്തമാക്കി കഴിഞ്ഞു. പകരം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂന്നും എന്നാണ് BJPയുടെ തീരുമാനം. നിലമ്പൂരിൽ CPM-ന് തുടർ ഭരണം കിട്ടുമോ, അതോ അൻവറാൾ നേടിയത് അൻവറാൾ നഷ്ടപ്പെടും? നിലമ്പൂർ കളം ഒരുങ്ങി. അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, VK സനോജ് CPM പ്രതിനിധി, P ശ്യാംരാജ് BJP പ്രതിനിധി, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, UDF-ന്റെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ അറിയാം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുമ്പോൾ നാളെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആ സ്ഥാനാർത്ഥി ആരാണ് എന്നറിയാനാകുമെന്ന് കേൾക്കുന്നു. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ UDF-നുണ്ട് എന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് UDF പറഞ്ഞിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് നാളെ, ഇപ്പോൾ ഉച്ചയ്ക്ക് മുമ്പുണ്ടാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, നാളെ വൈകുന്നേരത്തിനകമെങ്കിലും UDF-ൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഏത് തെരഞ്ഞെടുപ്പും, അത് ഉപതെരഞ്ഞെടുപ്പായാലും ഏത് മത്സരമായാലും, അത് മത്സരിക്കുന്ന പാർട്ടികളുടെ നിലനിൽപ്പിൻ്റെയൊക്കെ പ്രശ്നമാണ്. ഇവിടെയാണെങ്കിൽ ഭരണമുന്നണിയുടെ കൈവശം ഇരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് UDF-ൻ്റെ കൈവശം ഏതാണ്ട് 8 തവണ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായിട്ട് ജയിച്ച മണ്ഡലമായിരുന്നു. അവിടെയാണ് ആര്യാടൻ്റെ തന്നെ മകനെ തോൽപ്പിച്ചുകൊണ്ട് അൻവർ ഈ സീറ്റ് LDF-ന് വേണ്ടി, അദ്ദേഹം LDF-ൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നില്ല, അവർ പിന്തുണ കൊടുത്ത സ്ഥാനാർത്ഥിയായിരുന്നു. അൻവറാണത് തിരിച്ചു പിടിച്ചത്. അന്ന് ഏതാണ്ട് 17,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 അദ്ദേഹം വീണ്ടും മത്സരിച്ചു, ജയിച്ചു. പ്രകാശ് ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി, VV പ്രകാശ്. അദ്ദേഹത്തിനെതിരെ വെറും 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അൻവറിന് ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മൂന്നാമതും തുടർഭരണം ഉണ്ടാകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട്, ഈ കഴിഞ്ഞ 4 വർഷത്തെ കഴിഞ്ഞ 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പിണറായിയുടെ നേതൃത്വത്തിൽ LDF നിൽക്കുകയാണ്. അപ്പോൾ ഒരു മൂന്നാം തുടർഭരണത്തിലേക്ക്, അല്ലെങ്കിൽ മൂന്നാമത് തവണ അധികാരത്തിൽ വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ, നമുക്ക് നേരത്തെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു, പക്ഷേ ഇതിന് കുറേ കൂടെ പ്രാധാന്യമുണ്ട്. കൈവശം ഇരുന്ന ഒരു സീറ്റാണ്, ആ സീറ്റ് നിലനിർത്തിയേ പറ്റൂ. പാലക്കാട് കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു, അത് കോൺഗ്രസ് നിലനിർത്തി മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി. ചേലക്കരയിൽ LDF അവരുടെ സീറ്റ് നിലനിർത്തി, ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിലമ്പൂരിലേക്ക് വരുമ്പോൾ അവർ വളരെ തന്ത്രപൂർവ്വം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളൊരു സ്വതന്ത്രനെ, ഇപ്പോൾ അദ്ദേഹം അവരെ ഒറ്റുകാരൻ അല്ലെങ്കിൽ ചതിയൻ, വഞ്ചകൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അൻവർ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തെ പിടിച്ചെടുത്താണ് അവർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് വാഗ്ദാനം ചെയ്ത് MLA സ്ഥാനം വാഗ്ദാനം ചെയ്താണ് ആ സീറ്റ് ആര്യാടൻ്റെ കുത്തക തകർത്ത് പിടിച്ചെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇതൊരു ഒരു ഒരു വലിയ മത്സരം അല്ലെങ്കിൽ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്. കാരണം ഇടയ്ക്ക് വച്ച് വഞ്ചിച്ചിറങ്ങിപ്പോയ ഒരാൾ അല്ലെങ്കിൽ ഒറ്റുകാരനായിട്ട് പ്രവർത്തിച്ച ഒരാൾ അയാൾ അപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തോൽപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹം സഹായിക്കുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഏത് മുന്നണിയുടെയും ഏത് പാർട്ടിയുടെയും ഒരു പ്രഥമ കർത്തവ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് LDFന് വലിയ ഒരു അഭിമാന പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് യു ഡി എഫിന് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാലോ ആര്യാടൻ്റെ തട്ടകമായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് അത് മാറും. ഇത് 65-ലും 67-ലും ഒക്കെ CPM അവരുടെ കൈവശം വെച്ചിരുന്ന അവരുടെ ആ ഏറനാട് ഭാഗത്തെ ഏറ്റവും പ്രശസ്തനായ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന കുഞ്ഞാലിയാണ് 65-ൽ ജയിച്ചു. പക്ഷേ 65-ൽ നിയമസഭ ചേർന്നില്ല. 67-ൽ അദ്ദേഹം MLA ആയി. ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിൽ വെടിവേറ്റ് അദ്ദേഹം മരിക്കാനുണ്ടായത്. അതിലെ പ്രതി ആര്യാടൻ മുഹമ്മദായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കേസിൽ അദ്ദേഹം വെറുതെ വിട്ടു. അതിനുശേഷം ഏറ്റവും രസകരമായ വസ്തുത സ്മൃതി 1980-ൽ അവിടെ CPMൻ്റെ ഏറ്റവും പ്രധാന ശത്രു എന്ന് പറയുന്നത് ആര്യാടനായിരുന്നു. പക്ഷേ 80-ലെ തെരഞ്ഞെടുപ്പിൽ ഹരിദാസാണ് അവിടെ ജയിച്ചത്. അത് കോൺഗ്രസ്സാണ് ജയിച്ചതെങ്കിലും അന്നത്തെ LDF ആയിരുന്നു. അന്ന് ആൻ്റണി കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് LDFൻ്റെ മുന്നണിയിൽ അല്ലെങ്കിൽ LDF മുന്നണിയിൽ ചേർന്ന് അല്ലെങ്കിൽ CPMനൊപ്പം നിന്ന് മത്സരിക്കുന്ന ഒരു സമയമാണ്. അന്ന് ഹരിദാസ് ജയിച്ചു. പക്ഷേ പിന്നീട് ആര്യാടനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടി ആര്യാടൻ മത്സരിച്ചു. അന്ന് വളരെ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയമാണ് നമ്മൾ കേരളത്തിലെ വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയമാണ് അന്ന് കണ്ടത്. അവരുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ശത്രുവിനെതിരായിട്ട് CPM അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി ആര്യാടനെ ജയിപ്പിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ പറഞ്ഞല്ലോ ഭാരതപ്പുഴയിലൂടെ ധാരാളം വെള്ളം ഒഴുകിപ്പോയി. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ വിജയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് CPMൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യമാണ്. അതും പ്രത്യേകിച്ച് മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വരും എന്ന ആവേശത്തോടുകൂടി മുന്നണിയും പാർട്ടിയും നിൽക്കുന്ന സമയത്ത് അവനെ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുന്നത് ഒരു പുതിയ നേതൃത്വം പാർട്ടിക്ക് വന്നിരിക്കുക. അതിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് അടങ്ങി നിൽക്കുകയാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം K. സുധാകരൻ്റെ പ്രസ്താവന അതത്ര ഒരു സന്തോഷകരമായ ഒന്നല്ല. അദ്ദേഹത്തെ മാറ്റിയതിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനിക്കടുത്ത തെരഞ്ഞെടുപ്പിൽ മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നേതൃമാറ്റത്തിന് ശേഷം പുതിയ KPC പ്രസിഡന്റ്, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, ഇവരൊക്കെ അവരുടെ നേതൃത്വത്തിൽ അവരായിരിക്കുമല്ലോ ഇതിന് ചുക്കാൻ പിടിക്കുക. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവും ഉണ്ടാവും. അപ്പം അവരുടെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ അവരുടെ ഒരു സാധ്യത അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കാനുള്ള, കോൺഗ്രസിനെ നയിക്കാനുള്ള കഴിവ് സംബന്ധിച്ചൊരു വിലയിരുത്തലായിട്ടും മാറ്റുരയ്ക്കലുമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് മാറും. BJP ഇവിടെ വലിയ റോളുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് ഒരു തീവാറുന്ന മത്സരമായിട്ട് മാറാനാണ് എല്ലാ സാധ്യതയും ഉള്ളത്. ശരി, ശ്രീ VK സനോജ്, ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനലായി CPM കാണുന്നുണ്ടോ? ഇതിൽ PV അൻവറിനെ ഒറ്റുകാരനായ യൂദാസായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി വിശേഷിപ്പിച്ചത്. തിരിച്ച് PV അൻവർ പറയുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDFും UDFും തമ്മിലുള്ള മത്സരമല്ല, ജനവും പിണറായിയും തമ്മിലുള്ള മത്സരമാണ് എന്നാണ്. ആ രൂപത്തിലാണ് അതിനെ PV അൻവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ CPMനെ സംബന്ധിച്ചത് അഭിമാന പോരാട്ടമാണോ? PV അൻവറിൻ്റെ വിലയിരുത്തലൊന്നും കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അദ്ദേഹം ഇതിനു മുന്നേയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയാളുടെ വിലയിരുത്തലും വിസ്തീർണത്തിലേക്കും കടക്കുന്നേയില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് പുതിയ കരുത്ത് പകർന്ന രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളോട് കഴിഞ്ഞ 4 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ അതിനുശേഷം തുടർഭരണം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ, അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്.
ഈ 4 വർഷത്തെ രണ്ടാം പിണറായി ഗവൺമെൻറ് പ്രോഗ്രസ് റിപ്പോർട്ട് സംബന്ധിച്ച് കേരളത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും വലിയ ചർച്ചയാണ്. നേരത്തെ ചില മാധ്യമങ്ങളും പ്രത്യേകിച്ച് വലതുപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് കേരളത്തിൽ വികസനം ഇല്ല എന്നും കേരളത്തിലെ ഗവൺമെൻറ് ആകെ പരാജയമാണെന്നെല്ലാം വലിയ പ്രചാരവേല നടത്തിയിരുന്നു. ആ പ്രചാരവേലക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഈ ഭരണവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ അവരുടെ ജീവിത അനുഭവത്തിൽ കൂടി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ നേട്ടങ്ങൾ സംബന്ധിച്ചും ഇപ്പോൾ എടുത്ത് തൊട്ട് കാണിക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു വർഷത്തിനിടയിൽ ചെയ്തു തീർക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയുണ്ടായിരുന്നു. ആ പ്രകടന പത്രികയിലെ 900 കാര്യങ്ങൾ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തി ഓരോ കാര്യവും ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്, ഏതെല്ലാം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നീ ഏതെല്ലാം കാര്യങ്ങളാണ് ഒരു വർഷത്തിനിടയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുക, അതിൻ്റെ കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അല്ലാതെ അതും ഇതും പറഞ്ഞ് കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് കക്ഷിരാഷ്ട്രീയത്തെ അതീതമായി കേരളത്തിലെ ജനങ്ങൾ രണ്ടാമത് നേരത്തെ ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തു, മൂന്നാമതും ഇടതുപക്ഷത്തിനെ തിരഞ്ഞെടുക്കും എന്ന് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നടത്തിയ ഒരു സ്വതന്ത്രനെ വെച്ച് നടത്തിയ ഒരു പരീക്ഷണത്തിലാണല്ലോ നിങ്ങൾക്ക് നിലമ്പൂർ കിട്ടിയത്. അത് PV അൻവർ എന്ന മുൻ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോൾ PV അൻവർ നിങ്ങളിൽ നിന്നും അടർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്കെതിരെ വ്യാപകമായി പ്രചാരണം നടത്തുകയാണ് അദ്ദേഹം. തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ ഒരു കാലത്ത് വാർത്താ സമ്മേളനങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു. ഇന്നും പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ താങ്കളോട് സൂചിപ്പിച്ചത്. അത് നിങ്ങളുടെ മുൻ MLA എന്ന നിലയ്ക്ക് കൂടിയാണ് അതൊരു മറുപടി പറയേണ്ടത്. PV അൻവർ എന്തെങ്കിലും പറഞ്ഞു പോകട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടുത്തെ മുൻ MLA ആണ്, നിങ്ങളെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചയാളാണ്. അപ്പോൾ PV അൻവറിന് ഉള്ള ഒരു മറുപടി അതൊന്ന്. രണ്ടാമത്തേത്, താങ്കൾ പറഞ്ഞ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ് വികസനമെന്ന്. അങ്ങനെ വരുമ്പോൾ നിലമ്പൂർ ഒരു മലയോര മേഖലയാണ്. അവിടെ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന കർഷകരുണ്ട്. അവരും നേരിട്ട് അനുഭവിക്കുന്ന ഒരു വിഷയം അതാണ്. അപ്പോൾ അതും പ്രതിഫലിക്കില്ലേ എന്നൊരു ചോദ്യം കൂടി. 2 ചോദ്യങ്ങൾ. അതിലെ ഈ PV അൻവർ നിങ്ങളെ ചാനൽ തന്നെ നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടില്ല, നിങ്ങൾ തന്നെ പുറത്തുവിട്ടില്ല നിരവധി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആവേശത്തിൽ നിങ്ങളൊക്കെ അത് പുറത്തുവിടുകയും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. എന്താണ് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒടുവിലത്തെ അവസ്ഥ? ഒന്നും അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കുറേ കാര്യങ്ങൾ പത്രസമ്മേളനം വിളിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA പെട്ടെന്ന് ഇടതുപക്ഷത്തെ കൈവിടുന്നു, അത് സ്വാഭാവികമായിട്ട് ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം അദ്ദേഹത്തിന് കിട്ടിയെന്നല്ലാതെ അദ്ദേഹത്തിന് പുതുതായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പിന്നിൽ 10,000-കണക്കിന് ആളുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ റാലിയിൽ പിന്നീട് പല സ്ഥലത്തും എവിടെ നിന്നൊക്കെ ആളെ കൊണ്ടുവന്ന് നമുക്കറിയാം. ഇങ്ങനെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആൾക്കൂട്ടത്തിന് വേണ്ടി പോകുന്ന 500 രൂപയ്ക്കും 600 രൂപയ്ക്കും രൂപയും പ്രതീക്ഷിച്ച് പോകുന്ന പാവപ്പെട്ട ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് റാലിയിലൊക്കെ അണിനിരത്തേണ്ട ഗതികേടിലാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ അണിനിരക്കാൻ CPM-ൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടി അനുഭാവി പോലും തയ്യാറായിട്ടില്ല. ഒരു പാർട്ടി മെമ്പർ പോലും അദ്ദേഹത്തിന് മുന്നിൽ അണിനിരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ പോലും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച വാദങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രഖ്യാപനങ്ങളൊന്നും വളരെ പൊള്ളയായിരുന്നു. അതിനൊന്നും പിന്നിൽ അണിനിരക്കാൻ കേരളത്തിലെ അല്ലെങ്കിൽ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആരും തയ്യാറായിട്ടില്ല. അത് യാഥാർത്ഥ്യമാണല്ലോ. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അൻവറിന് പിന്നീട് ഒരു ഗതിയിട്ട പ്രേതമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അലഞ്ഞു തിരിഞ്ഞു. എവിടെയൊക്കെ പോയി എവിടെയൊക്കെ മുട്ടിയെന്നൊക്കെ നമുക്കറിയാം. അൻവറിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് എന്തായിരുന്നു പറഞ്ഞത് നമുക്കറിയാം. അൻവറിനെക്കുറിച്ച് സുധാകരൻ എന്തായിരുന്നു പറഞ്ഞത് നമുക്കറിയാം. അൻവറിന് എവിടെയും ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ഇടതുപക്ഷത്തിനെതിരായി നിൽക്കുന്നു, ഒരു ഇലക്ഷൻ വരുന്നു എന്നതുകൊണ്ട് അൻവറിന് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു അഭയം കോൺഗ്രസ് കൊടുത്തു എന്നല്ലാതെ അൻവറിന് പിന്നിലൊന്നും ആരും അണിനിരക്കാൻ വേണ്ടി പോകുന്നില്ല. മറ്റൊന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ലോ. ഇനിയിപ്പോൾ വന്യമൃഗങ്ങൾ പ്രശ്നം തന്നെ എന്താണ്? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്തെങ്കിലും ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ ഈ ആന കാടെന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് ഉത്തരം പറയേണ്ടത്?
നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം ആ കാര്യത്തിൽ എടുക്കാൻ വേണ്ടി കഴിയുന്നതാണോ? ഒരു ദീർഘകാലത്തെ അനുഭവമുള്ള ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഇടതുപക്ഷ പ്രശ്നങ്ങളെ നേരിടാൻ സർക്കാർ എന്ത് ചെയ്തു? പറയാൻ വേണ്ടി കഴിയും? ആന ചവിട്ടിയും കടുവതുമൊക്കെ ആളുകൾ ഇല്ലാതെയാകുമ്പോൾ വനം മന്ത്രി നടത്തിയ പ്രതികരണങ്ങളൊക്കെയല്ലേ ജനം കാണുന്നത്? അത് അവിടുത്തെ ജനങ്ങളുടെ അനുഭവമാണ്. അതിനോട് ഈ രൂപത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾ ഒരു വസ്തുത വാർത്തയായിട്ട് പറയുമ്പോൾ ആ വസ്തുതക്ക് ഉപോത്ഭകമായിട്ടുള്ള അല്ലെങ്കിൽ ആ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ വേണ്ടി കഴിയണ്ടേ? ഇപ്പം മന്ത്രി ഏതെങ്കിലും സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അതിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വാക്കിലെ പിഴയോ അതോ മറ്റോ എടുത്തു കാട്ടി വൈകാരികമായി അവതരിപ്പിച്ചാണോ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അവിടെ ആന ഇറങ്ങുന്നത്, പുലി ഇറങ്ങുന്നത് അവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്യമൃഗങ്ങൾ യഥേഷ്ടം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും പ്രശ്നമാണല്ലോ. അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളെ വീട്ടിൽ ആന വരില്ല, അവരുടെ വീട്ടിൽ പുലി വരില്ല എന്നൊന്നുമില്ലല്ലോ. എല്ലാവരുടെ വീട്ടിലും എല്ലാ നാട്ടിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന് ചോദിച്ചാൽ ഇതിനെ എങ്ങനെ നേരിടണം എന്നതാണ് നയപരമായി നിയമപരമായി ഉണ്ടാവേണ്ട കാര്യം. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കേന്ദ്ര നിയമമുണ്ട്. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ സംസ്ഥാനത്തെ ഗവൺമെൻറ് ആക്ട് ചെയ്യാൻ വേണ്ടി കഴിയൂ. ആ നിയമത്തിനകത്ത് മാറ്റം വരുത്തണമെന്ന് കേരളത്തിലെ CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്, സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിയമത്തിനകത്ത് മാറ്റം വരുത്താതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ സംഭവത്തെയും ചൂണ്ടിക്കാണിച്ച് ഇത് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് പുലി ഇറങ്ങുന്നത്, ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ് ആന ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു തരം പ്രചരണം നാട്ടിലുണ്ടാക്കും. ശരി, അത് പൂർണ്ണമായും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് താങ്കൾ കാണുന്നത്. ഏതായാലും ഒരു തർക്കവുമില്ല. ശരി, PV അൻവർ കൂടിയുണ്ട് നമ്മുടെ ചർച്ചയിൽ. അദ്ദേഹം യാത്രയിലാണ്, ടെലിഫോണിലാണ് ചർച്ചയിൽ ചേരുന്നത്. ശ്രീ PV അൻവർ, താങ്കൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. താങ്കൾ കൊട്ടിഘോഷിച്ചു പറഞ്ഞ വലിയ പിന്തുണ അത് ആദ്യഘട്ടത്തിലുണ്ട് എന്ന് തോന്നിച്ചു, പക്ഷേ അങ്ങനെ ഒരു പിന്തുണ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. താങ്കൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി അലഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ താങ്കൾ തൃണമൂൽ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു, ഇപ്പോൾ UDFന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. പക്ഷേ ഒരു ചലനവും നിലമ്പൂരിൽ താങ്കൾക്ക് ഉണ്ടാക്കാനാകില്ല എന്നാണ് CPMന്റെ പ്രതികരണം. താങ്കൾക്ക് മറുപടി നൽകാം. അല്ല, ഏത് മഹാനാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എനിക്കറിയില്ല. മാത്രമേ നമ്മുടെ മരുമോന്റെ ഒറ്റ ചങ്ങാതി അപ്പൊ പറയും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രതി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ്. അവർ പത്രപ്രവർത്തക എന്ന നിലക്ക് ഈ വന്യമൃഗശല്യത്തിന് പരിഹാരം എന്ത് കാണുമെന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമ്മളൊക്കെ കമ്പിയും കയറും എടുത്തിട്ട് കാട്ടിൽ കയറിയിട്ട് മൃഗത്തെയൊക്കെ പിടിച്ചു കെട്ടണം. അതൊന്നും CPMന്റെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമല്ല. മന്ത്രി വെളിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അങ്ങനെയൊക്കെ പറയാതിരിക്കുവോ? എന്തൊരു ലാഘവത്തോടു കൂടിയാണ് ഈ മനുഷ്യർ ഈ നാട്ടില് മരിച്ചു വീഴുമ്പോ ദിവസേന എന്നോളം മരിച്ചു വീഴുമ്പോഴേ ഇവർ ഈ 4 വർഷത്തെ പ്രോഗ്രസ് കാർഡുമായിട്ടല്ലേ നിലമ്പൂരിലേക്ക് വരുന്നത്. അവിടെ ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ആ പ്രോഗ്രസ് കാർഡ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു പ്രോഗ്രസ് കാർഡിന്റെ ആവശ്യമില്ല. ആ നാടിന്റെ പ്രോഗ്രസ് എങ്ങനെയാ പോകുന്നത്, എന്ത് അധപ്പതനത്തിലേക്കാണ് നിലമ്പൂരിലെ ജനങ്ങളുടെ ജീവിത അവസ്ഥ മാറിയത് എന്ന് നേരിട്ടറിയുന്ന 70% ഫോറസ്റ്റുള്ള 70% കർഷകരുള്ള ഒരു ഗ്രാമമാണ് നിലമ്പൂര്. പക്ഷേ ആ പ്രോഗ്രസിൽ ശ്രീ PV അൻവർ, താങ്കൾ ഈ രാജിവെച്ചൊഴിയുന്നത് വരെയുള്ള പ്രോഗ്രസിൽ താങ്കൾക്കും പങ്കുണ്ടല്ലോ. അപ്പോൾ ആ സമയം വരെയുള്ള പ്രോഗ്രസ് നല്ല പ്രോഗ്രസും പിന്നെ ഇല്ലാത്തത് പ്രോഗ്രസ്സില്ലായ്മയുമാണ് എന്ന രൂപത്തിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് നാളെ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. 2021, 2026 ഗവൺമെന്റിൽ നിലമ്പൂരിലെ കാര്യങ്ങൾ എങ്ങനെയാണ് തടസ്സപ്പെട്ടത്, എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ തടയപ്പെട്ടത്, അവിടെ ബൈപ്പാസ് എങ്ങനെയാണ് തടയപ്പെട്ടത്, ആശുപത്രിക്കുള്ള വികസനത്തിനുള്ള സ്ഥലം എങ്ങനെയാണ് കിട്ടാതായത്, കേരളത്തിൽ 14 ഗവൺമെന്റ് കോളേജുകൾ പണി പൂർത്തിയാക്കി കുട്ടികൾ നല്ല ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഇപ്പൊ വാടകക്കെട്ടിന്റെ വരാന്തയിൽ ഇരുന്ന് കണ്ട് നിലമ്പൂരിലെ കുട്ടികൾ മാത്രം എന്തുകൊണ്ടാണ് പഠിക്കുന്നത്? ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. 21, 26 ഈ പറയുന്ന മരുമകൻ മന്ത്രിയായതിനു ശേഷം നിലമ്പൂരിലെ എല്ലാ പ്രോജക്റ്റുകളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. സ്മൃതി, 100 രൂപ ടൂറിസത്തിന് നിലമ്പൂരിലേക്ക് തന്നിട്ടില്ല. കേരളത്തിലെ ഏറ്റവും നല്ല ഈ പറയുന്ന ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് നിലമ്പൂര്. ആ പൊട്ടൻഷ്യൽ ഉള്ള ആ പ്രദേശത്ത് 100 രൂപ ഈ ടൂറിസം വകുപ്പ് മന്ത്രി ഈ രാജ്യം മുഴുവൻ നടന്നിട്ട് വികസനം നടത്തുമ്പോ തന്നിട്ടില്ല. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നാളെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ പ്രസ് മീറ്റില്. എന്താണ് 21, 26, 25 വരെ, ജനുവരി വരെ എന്താണ് നടന്നതെന്ന് വിശദീകരിക്കപ്പെടും. അതുപോട്ടെ, അത് നമുക്ക് നാളെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തൊരു ലാഘവത്തോടു കൂടിയാണ് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന സാധാ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ഇപ്പോ ആ CPMന്റെ മഹാൻ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ
അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ ഇറങ്ങി വന്നത് എത്രയോ ശരിയായി എന്ന് എന്താ പറയാ അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ വലിയ പാലങ്ങളും ഈ IT കമ്പനികളും ഈ പറയുന്ന കോർപ്പറേറ്റുകൾ, അദാനി ഞങ്ങളുടെ സുഹൃത്താണ്, പാർട്ട്ണറാണ്. ആരാ പറയുന്നത്? കോട്ടയത്തെ മന്ത്രി വാസവൻ. എന്തൊരു സന്തോഷത്തോടു കൂടിയാ പറയുന്നത്. പാവപ്പെട്ട തൊഴിലാളി വർഗ പാർട്ടി ഒരു മുതലാളിത്ത മേഖലയിലേക്ക് തിരിഞ്ഞൊരു കോർപ്പറേറ്റിന്റെ ഭാഗമാകുന്ന അവസ്ഥയിലേക്ക് മാറി നിൽക്കുകയാണ്. ഈ പ്രോഗ്രസുമായിട്ടല്ലേ നിലമ്പൂരിലേക്ക് വരുന്നത്. അത് നിലമ്പൂരിലെ ജനങ്ങൾ കണ്ടുള്ളൂ. അത്രേ എനിക്ക് ഇപ്പൊ അതിനെ കുറിച്ച് പറയാനുള്ളൂ. ശ്രീ അൻവർ, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയിപ്പിക്കുക എന്നുള്ളത് താങ്കളുടെ രാഷ്ട്രീയ ഭാവിക്ക് കൂടി വേണ്ട ഒരു കാര്യമാണല്ലോ. അഥവാ അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ താങ്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കൂടി വരികയല്ലേ? അപ്പോൾ താങ്കളെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണോ ഈ ഉപതെരഞ്ഞെടുപ്പ്? ഞാനൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ പൊളിറ്റിക്സ് തീരുമാനിക്കപ്പെടുമെന്ന് കരുതുന്ന ആളല്ല. ഞാൻ ഒട്ടനവധി എന്താ പറയാ എതിർദിശയിൽ നീങ്ങിയിട്ടുള്ള ആളാണ്, നീന്തിയിട്ടുള്ള ആളാണ്. ഇപ്പോഴും എതിർദിശയിലാണ് ഞാൻ നീന്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് PV അൻവറിന്റെ ഭാവി നിശ്ചയിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ കരുതുന്നവരത് കരുതിക്കോട്ടെ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. മാത്രമല്ല, ഇവിടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വിഷയങ്ങൾ, ഞാൻ ഉയർത്തിവിട്ട വിഷയങ്ങൾ, ഈ ഗവൺമെന്റ് ചെയ്ത എന്താ പറയാ അനീതികള്, ഈ അക്രമങ്ങള്, അഴിമതികള്, ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളുമായിട്ട് ഒരിക്കൽ കൂടി സംവദിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ചാൻസാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അതുകൊണ്ടാണ് പിണറായിസത്തിന്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിക്കുമെന്ന് പറഞ്ഞിട്ടാ രാജിവെച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കാതിരിക്കുവോ? ജനങ്ങളെ ബോധ്യപ്പെടുത്താതിരിക്കുവോ? ജനങ്ങളെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടുത്തൽ അവിടെ നടക്കും, അതിലൊരു തർക്കവുമില്ല. അല്ലാതെ അൻവറിന്റെ ഭാവിയല്ല തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. പിണറായിസത്തിന്റെയും മരുമാനിസത്തിന്റെയും ഭാവിയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിലമ്പൂരിൽ എന്താ പറയാ തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ശരി, ശ്രീ PV അൻവർ, അടുക്കളയെത്താം ചർച്ചയിലേക്ക്. BJP പ്രതിനിധിയിലേക്കാണ്. P. ശ്യാംരാജ്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്താണ്? നിങ്ങൾക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 12,000-ഓളം വോട്ടുണ്ടായിരുന്നു. 8% ആണ് വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വോട്ടുകൾ വേണ്ട എന്ന് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ പണവും അധ്വാനവും വെറുതെ കളയേണ്ട എന്നൊരു പ്രതികരണമാണ് നേതാക്കൾ നടത്തിയത്. എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത്? സ്മൃതി, ഇന്ന് ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ തീരുമാനം, BJPയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കോർ കമ്മിറ്റി യോഗം കൂടി ആ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞു വരുന്നിട്ടുള്ള തീരുമാനങ്ങൾ NDA മീറ്റിങ്ങുകളിൽ കൂടി ചർച്ച ചെയ്തതിന് ശേഷമാണ് എന്താണ് തുടർ നടപടി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ നിങ്ങൾ മാധ്യമങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കോ കൺക്ലൂഷനിലേക്ക് പോകേണ്ട ഒരാവശ്യവുമില്ല. രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണത്തിന്റെ ചൂട് പിടിച്ചാണ് ചോദ്യം വരുന്നത്. മാത്രമല്ല, നിങ്ങളുടെ യോഗങ്ങളുടെ വിവരങ്ങളായി പുറത്തേക്ക് വരുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഊന്നുന്നത് എന്നാണ്. അല്ല, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വായിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കേരളത്തിലെ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും നിലമ്പൂരിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതവും ഈ തെരഞ്ഞെടുപ്പിൽ NDA ചർച്ച ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് BJPയുടെയും NDA ഘടകകക്ഷികളുടെയും യോഗം ചേർന്ന് തീരുമാനിക്കും. അത് നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലാണ് വരിക. എന്താണ് BJPയുടെ തീരുമാനം എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷൻ വരും ദിവസങ്ങളിലാണ് പറയുക. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക്, ഏതെങ്കിലും തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പോവേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രാഥമികമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരള ജനത ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരള ജനതയ്ക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണ്? കേരളത്തിന്റെ വികസനത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? കേരളത്തിന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി ഒരു വർഷത്തിനകത്ത് 8-9 മാസം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യം LDFന്റെ കൂടെ നിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടി LDFുമായിട്ട് പിണങ്ങുന്നു. അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പുറപ്പെടുവിക്കുന്നു. അദ്ദേഹം UDFിലേക്ക് പോകുന്നു.
അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രസക്തി ഈ ഒരു തെരഞ്ഞെടുപ്പിനുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് പ്രാഥമികമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. രാജിവെക്കുന്നതിന് മുൻപായി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് RSS ബന്ധം എന്നുള്ളതാണല്ലോ. RSSുമായുള്ള ബന്ധമാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി PV അൻവർ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പ് ഒരു അപ്രസക്തമായ ഉപതെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലേക്ക് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെയാണോ സ്മൃതി? അങ്ങനെയൊക്കെ നിങ്ങൾ വളച്ചുകെട്ട് ചോദിച്ച് ഞങ്ങൾ ഉത്തരം പറയാം. പിണറായി വിജയൻ RSSുമായിട്ട് എന്ത് ബന്ധമുള്ളത്? കേരളത്തിൽ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിലെ പിണറായി വിജയനും RSSുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ബന്ധമുള്ളത് ആരൊക്കെ തമ്മിലാണ്? കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തന്നെയാണ്. അവരല്ലേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായിട്ട് ഒരുമിച്ച് മത്സരിച്ചത്. CPMന്റെ അമ്രാറാം എന്ന് പറയുന്ന രാജസ്ഥാനിലെ സംസ്ഥാന സെക്രട്ടറി അല്ലേ കോൺഗ്രസ് പാർട്ടി. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 31,000 വോട്ട് കിട്ടിയിട്ടുള്ള അമ്രാറാമിനെ ഇത്തവണ വിജയിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പൊ ബന്ധം ആരെങ്കിലും തമ്മിലുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലാണ്. ബന്ധം ആരാണെന്നുള്ളതാണല്ലോ സ്മൃതി, ബന്ധം ആരൊക്കെയാണെന്നുള്ളതാണല്ലോ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു ബന്ധങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ല ഞങ്ങളുടെ പ്രശ്നം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഇരിക്കണം. അതല്ലല്ലോ. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഒരു വർഷത്തിനകത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ പറയൂ. ഈ തിരഞ്ഞെടുപ്പിന് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്? അപ്പോൾ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അനാവശ്യ തെരഞ്ഞെടുപ്പിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന വോട്ടുണ്ടല്ലോ, ഈ പറയുന്ന 8% വരുന്ന നിങ്ങൾക്ക് കിട്ടിയ വോട്ട് പൂർണ്ണമായും BJP വോട്ടെന്ന് പറയാൻ പറ്റില്ല. സ്മൃതി ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നു, അത്തരത്തിലൊരു തീരുമാനത്തിലോട്ടോ ഞങ്ങൾ പോയിട്ടില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് പല രീതിയിലും പല ഇടങ്ങളിലും വരും. പക്ഷെ ആ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുള്ള ഞങ്ങളുടെ ആദ്യ അഭിപ്രായമാണിത്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മീറ്റിംഗുകൾ ഉണ്ടാവും. ആ സമയത്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടത്. എന്താണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു തീരുമാനമെടുത്തിട്ട് നാളെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പാർട്ടിയല്ല. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ചർച്ചകൾ നടത്തണം. ആ ചർച്ചകളിൽ നിന്നുള്ള അഭിപ്രായം ഉരുത്തിരിഞ്ഞ് സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ കേന്ദ്ര പാർട്ടിയുമായിട്ട് ബന്ധപ്പെടണം. അവിടെ നിന്നുള്ള പെർമിഷൻ കിട്ടണം. ഇതൊക്കെ നിങ്ങളുടെ സാങ്കേതികമായ കാര്യങ്ങൾ. നിങ്ങൾ മനസ്സിൽ കാണുന്നത് എന്ത് എന്ന് പുറത്തേക്ക് വന്ന നിലമ്പൂർ എന്ന മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. നിങ്ങൾ ക്രിസ്ത്യൻ വോട്ടുകളെ ഇപ്പോൾ നേടാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ നിലമ്പൂർ ഇങ്ങനെ വെറുതെ കളയേണ്ടതുണ്ടോ എന്നൊരാലോചനയും നിങ്ങൾ നടത്തുന്നു എന്നും മറ്റു രണ്ട് മുന്നണികളും ആരൊക്കെ നിർത്തുന്നു എന്ന് നോക്കിയ ശേഷം അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിലേക്ക് പോകാമെന്നുള്ള ആലോചനകളും നിങ്ങൾ നടത്തുന്നു എന്നുമാണ് കേൾക്കുന്നത്. സ്മൃതി, പലതും കേൾക്കും, നിങ്ങൾ പല കാര്യങ്ങളും കേൾക്കും. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എന്താണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആരാണ് തരേണ്ടത്? നിങ്ങൾ മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഒരു തുമ്പില്ലാതെ നടക്കാതെ പോയേക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പും ഇവിടെ NDA സഖ്യം തോറ്റുപോകുന്നവർ പറഞ്ഞ ചില മാധ്യമങ്ങളുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. എന്നിട്ട് എന്തായി? അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് എന്നുള്ളതല്ല ഇവിടെ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വമുള്ള ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു നിലപാടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ട വ്യക്തികൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പ് തോക്കിൽ കയറി വെടിവെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് നിങ്ങൾ പറയേണ്ടതില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ ശ്രമിക്കും. ഒരു കാര്യം കൂടി പറയണം. ഇവിടെ കേന്ദ്ര വനനിയമത്തെ കുറിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന, മലയോര ജനങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വന്യജീവികളുടെ ശല്യമാണ്. ഈ CPMന്റെ പ്രതിനിധി പറയുന്നത് എന്താ? അങ്ങനെയെങ്കിൽ ഇതിന് മുഴുവനായിട്ട് കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദിയെങ്കിൽ എന്തിനാണ് കേരളത്തിനെതിരെ ഒരു വകുപ്പ് മന്ത്രി? ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജനങ്ങൾ മരിച്ചു വീണപ്പോൾ ഫാഷൻ ഷോയ്ക്ക് പാട്ട് പാടിയ ഒരു സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് എന്തിനാ പണി? അദ്ദേഹത്തിന് പിണറായി വിജയൻ പിരിച്ചുവിടട്ടെ. ഇനി ഈ കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നവരാണ്. വന്യമൃഗങ്ങൾ മനുഷ്യജീവന് പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള നിയമം നിലവിൽ തന്നെ ഉണ്ടെന്നേ.
അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാതെ ഒരു കാര്യം ഓരോ വർഷവും 77 കോടിയോളമാണ് ഈ വനത്തിൽ നിന്ന് ജീവികൾ പുറത്തേക്ക് ആക്രമിച്ചോടനെ വെടിവെക്കാവുന്ന രീതിയിലാണോ ആ നിയമം നിൽക്കുന്നത്? അങ്ങനെയാണോ? അതല്ലേ അന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം? ഒരു കാട്ടുപന്നി ആക്രമിച്ചാൽ ആക്രമണം കഴിഞ്ഞ് വെടിവെച്ച് കൊല്ലാമോ എന്ന അനുമതി നേടണം. അനുമതി നേടി ആ കാട്ടുപന്നിയെ തെരഞ്ഞ് പിന്നീട് പോകണം. അതാണ് ആ നിയമത്തിന്റെ നൂലാമാല. അത് നിങ്ങൾ മാറ്റിയോ? അല്ലല്ല വന്യമൃഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാട്ടുപന്നികൾ ഇപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ തന്നെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം? അതിനേതാണൊരു പ്രൊസീജിയർ ഇല്ലേ? ആ പ്രൊസീജിയർ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് സ്മൃതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ മൃഗ സംഘർഷം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇനി കേരളത്തിൽ മാത്രമാണ് ഏറ്റവും വനപ്രദേശങ്ങളുള്ളത്. വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ എത്രയോ ഇതിന് കൂടുതൽ. മധ്യപ്രദേശിൽ എന്താണ് വലിയ കണക്കുകളല്ല എന്നൊരു കാര്യമാണോ BJP പറയുന്നത്? അല്ലല്ല, കണക്കുകളില്ല എന്നല്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തോക്കിൽ കയറി ദയവായിട്ട് വെടിവെക്കരുത്. ഞാൻ പറഞ്ഞ കണക്കുകൾ വലുതല്ലെന്നോ അതിനെ ചെറുതായി കാണുമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളത്തില് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. അതത് സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നത് കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളവുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് മാറ്റി എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തൊരു നടപടി പറയാമോ? വന്യജീവി ആക്രമണത്തിൽ നിങ്ങളെടുത്തൊരു ഇനീഷ്യേറ്റീവ് പറ്റുന്നുണ്ടല്ലോ സ്മൃതി. എങ്ങനെ? നിലവിലെ നിയമത്തിൽ തന്നെ പറ്റുന്നുണ്ടല്ലോ. നിലവിലെ നിയമത്തിൽ തന്നെ പറ്റുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ വർഷവും 77 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ഫെൻസിങ് ഇടണം. എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? വന്യമൃഗങ്ങൾ നിലവിലെ നിയമത്തിൽ പറ്റുന്നില്ല. മാർഗങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത പറ്റുന്നുണ്ട്. നിലവിലെ നിയമത്തിന്റെ പരിമിതിയാണ് പറയുന്നത്. ശ്യാംരാജ്, ഒരു ചോദ്യം. നിലവിലെ നിയമത്തിന്റെ പരിമിതി, ആ പരിമിതി മറികടക്കണമെങ്കിൽ എന്താണ് പോംവഴി? ആ പോംവഴി എന്ന് പറയുന്നത് കേന്ദ്ര നിയമത്തിനകത്ത് ഭേദഗതി വരുത്തുക എന്നുള്ളതാണ്. നമ്മളിത് അത്ര ചർച്ച ചെയ്തതാണ്. നിങ്ങളിത് ആദ്യമായി കേൾക്കുന്ന പോലെയാണല്ലോ നിങ്ങൾ ഈ സംഭാഷണം മുഴുവൻ. സനോജ്, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ വീണ്ടും ഈ NH കൺസ്ട്രക്ഷൻ പോലെ അല്ലല്ല സനോജ്, ഇത് NH കൺസ്ട്രക്ഷൻ പോലെ നിങ്ങൾ വീണ്ടും ജനങ്ങളോട് പച്ച കള്ളം പറയരുത്. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി അടക്കം കേരളത്തിൽ വന്ന് പറഞ്ഞിട്ട് എത്രയോ തവണ നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തു. ഞാൻ ചോദിക്കുന്ന ചോദ്യം NH കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ NHന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോകുന്നല്ലേ? എന്താണ് ദേശീയപാതയിൽ പണം കൊടുക്കുന്ന അവകാശവാദം പറയൂ. ഉന്നയിക്കുന്നു. അതാണ് അന്വേഷിക്കുന്നു. ഇവർ കേരളത്തിലെ സ്മൃതി ഞാൻ പറയട്ടെ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെ അനുവദിക്ക്. NHന്റെ കാര്യത്തിൽ എന്താണ് മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്, കേരളം മാത്രമാണ് NH കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്നത് എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞിട്ടില്ലേ? കേരളം NH കൺസ്ട്രക്ഷന്റെ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 25% കൊടുക്കുമ്പോൾ ബാക്കി 75% കൊടുക്കുന്ന ആരാണ്? കേരളത്തിലെ NH 66 ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 66 കോടിയോളം വരുന്നില്ലേ? 660 കോടിയോളം വരുന്നില്ല. നിങ്ങൾ കൊടുക്കുന്നുണ്ട് 25%. തമിഴ്നാട് കൊടുക്കുന്നുണ്ട്. റിംഗ് റോഡുകൾക്ക് തമിഴ്നാട് കൊടുക്കുന്നുണ്ട്. ബീഹാർ കൊടുക്കുന്നുണ്ട് 50%. മധ്യപ്രദേശ് കൊടുക്കുന്നുണ്ട്. മധ്യപ്രദേശ് എന്താ ചെയ്യുന്നതെന്നറിയോ? മധ്യപ്രദേശ് സർക്കാർ ചെയ്യുന്നത് അവിടെ NHന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തിന് പകരം സ്ഥലം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കേരളം മാത്രമല്ല, കർണാടകമുണ്ട്, തെലുങ്കാനയുണ്ട്, മധ്യപ്രദേശുണ്ട്, ബീഹാറുണ്ട്. സഹജ കള്ളമാണ്. അവിടെയാണ് പ്രശ്നം. ബീഹാറിന് 50% കൊടുക്കുന്നു. നമ്മൾ മാത്രമല്ല കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്ന കള്ളം കേരളം മാത്രമാണ്, നമ്മൾ മാത്രമാണ് കൊടുക്കുന്നതെന്നാണ്. കേരളത്തിൽ ദേശീയപാതയല്ല. ഒറ്റ മിനിറ്റ് ശ്യാംരാജ്, ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കേരളം ക്രെഡിറ്റ് എടുത്തു എന്നുള്ള പരിഹാസമാണല്ലോ പൊതുവിൽ ഉയർത്തിയത്, UDF ഉയർത്തിയതും ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നതും അതാണ്.
ഇപ്പോൾ NHA റോഡുകൾ തകർന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനമാണോ ഉള്ളത്? എന്താണ് ഇപ്പോൾ ദേശീയവാദി ഇപ്പോൾ താങ്കൾ ഇട്ടതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. സ്മൃതി, NHA BJP ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് 99,000 കിലോമീറ്റർ രാജ്യത്തുണ്ടായിരുന്നത് ഇന്ന് 1,40,000-ഓളം, ഏകദേശം 60% കൂടുതൽ NHA രാജ്യത്ത് BJP സർക്കാർ വന്ന് നിർമ്മിച്ചു കഴിഞ്ഞു. അതിൽ ചിലയിടങ്ങളിൽ പ്രശ്നമുണ്ടാകുമെന്ന് അതിനെന്താണ് കേന്ദ്ര സർക്കാർ എന്താ നടപടിയെടുത്തില്ലേ? ചിലയിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്, ഇനിയും എടുക്കാനുണ്ട്. പോയി സന്ദർശിച്ച സ്ഥലത്തിന് മാത്രമല്ലേ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് കുറെ എടുക്കാനിരിക്കുന്നു. ഒന്ന് താങ്കൾ സഞ്ചരിച്ചു നോക്കൂ, എവിടെയൊക്കെയാണ് വിള്ളലുകളെന്ന്. ഞാൻ സഞ്ചരിക്കുന്ന നമ്മളൊക്കെ കേരളത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരല്ലേ, ഇതൊക്കെ കാണുക. ഇതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ടുണ്ടോ? എന്റെ പ്രശ്നം അതല്ല സ്മൃതി. ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി നാട് നീളെ ഫ്ലെക്സ് വെച്ചതാരാണ്? ശരി, അതൊരിക്കൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ ക്രെഡിറ്റ് ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ശരി ശരി, ഒരു മിനിറ്റ്. താങ്കൾ നമ്മുടെ വിഷയം നിലമ്പൂർ ആയതുകൊണ്ട് നിലമ്പൂരിൽ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ പറഞ്ഞ വാദവുമായി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിൽക്കാത്തതാണ് നല്ലത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുണ്ടല്ലോ, ഈ വാദവുമായി അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ എന്താണ് പറയുകയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ലല്ല, അതിനിപ്പോ എന്തായാലും ഞങ്ങൾ സ്മൃതിയുടെ ഉപദേശം എന്തായാലും ആവശ്യമില്ല. റിപ്പോർട്ടർ ചാനലിന്റെയോ സ്മൃതിയുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചോളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ നാഷണൽ ഹൈവേ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് പകരം മുഴുവൻ സ്ഥലം കൊടുക്കുകയാണ്, 100%. ആ കാര്യം ജനങ്ങൾ അറിയണം. നിങ്ങൾ ഇങ്ങനെ വെറുതെ കള്ളം പ്രചരിപ്പിക്കരുത്. ആ കാര്യം ജനങ്ങൾ അറിയണം. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ. ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഈ ഉപതെരഞ്ഞെടുപ്പ് പല കാരണങ്ങളാൽ നിർണായകമാണ്. ഇപ്പോൾ CPM-നെ ഇല്ലാതാക്കുന്നതിന്റെ തുടക്കമാണ് എന്ന രൂപത്തിലാണ് PV അൻവർ അതിനെ കാണുന്നത്. ഇത് പിണറായിസത്തിനെതിരായ തിരഞ്ഞെടുപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമല്ല എന്ന് PV അൻവർ പറയുന്നു. PV അൻവർ UDF-ന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഈ ഉപതെരഞ്ഞെടുപ്പ് UDF വിജയിക്കുകയാണെങ്കിൽ അത് അൻവർ നേടിത്തരുന്ന വിജയമാകുമോ? ഇത് അൻവറിനോ ഞങ്ങൾക്കോ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയാവുന്ന ഒരു വിജയമല്ല സ്മൃതി നിലമ്പൂരിൽ UDF-നെ കാത്തിരിക്കുന്നത്. കാരണം ഇവിടെ 2 കേരളമുണ്ട്. ഒന്ന്, ഈ റീൽസുകളിലൂടെ ഡ്രോൺ ക്യാമറകളൊക്കെ വെച്ച് വലിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഇവർ മണിക്കൂർ കണക്കിന് റിലീസാകുന്ന ആ റീൽസിൽ കാണുന്ന PR വർക്ക് പെരുമ്പറ മുഴക്കത്തിൻ്റെ അകമ്പടിയോടെ നമ്മൾ കാണുന്ന റീൽസിലെ കേരളവും ഈ കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളും മുഖാമുഖം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥത്തിൽ കാതടപ്പിക്കുന്ന ഒരു PR ബഹളത്തിൻ്റെ നടുക്കായിരുന്നു നമ്മൾ. ഇപ്പോഴാണത് മെല്ലെ ഒന്ന് അടങ്ങി നമ്മൾ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ തള്ളനിടയിൽ ഇപ്പോൾ പ്രോഗ്രസ് കാർഡാണല്ലോ LDF-ന്റെ അവരുടെ ഏറ്റവും വലിയ അവകാശവാദം. ഞങ്ങളിതാ 4 വർഷത്തെ പ്രോഗ്രസ് കാർഡ് 7ാമത്തെ പേജ് പറയുന്നു. പൊതുവിതരണ സമ്പ്രദായം, സപ്ലൈകോ പോലുള്ള ഏജൻസികൾ വഴി ഉത്സവകാലത്ത് വിലക്കയറ്റം ഞങ്ങൾ പിടിച്ചെടുത്തി. പോയി നോക്ക്, സപ്ലൈകോയിൽ 4,000 കോടി കൊടുക്കാനുണ്ട്. റേഷൻ കടകളെ കുറിച്ചാണോ? ആ റേഷൻ കടക്കാർക്ക് കൊടുക്കേണ്ട കമ്മീഷൻ കൊടുത്തു തീർത്തില്ല. അവർ സമരം നടത്തി. സമരം തീർന്നപ്പോൾ തൊട്ട് പിന്നാലെ അടുത്ത ആളുകളുടെ സമരം. റേഷൻ കടയിലേക്ക് അരിയും പഞ്ചാരം കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടിംഗ് കമ്പനികളുടെ പൈസ കേരള ഗവൺമെന്റ് കൊടുത്തു തീർത്തിട്ടില്ല എന്നാണ്. ഒരുതരം ഒളിഗാർക്കി, ഒരുതരം ഏകാധിപത്യം ഒരു ഇടതുപക്ഷ ഭരണകാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേരളത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു എക്സ്പ്ലനേഷൻ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടാവുന്നു. സ്വാഭാവികമായിട്ട് രാജവാഴ്ച ഒന്നുമല്ലല്ലോ. രാജാവ് എഴുന്നള്ളുമ്പോൾ കൂടെ എല്ലാവരും കൂടി എഴുന്നള്ള ജനാധിപത്യത്തിൽ ചോദ്യങ്ങളുണ്ടായി. ഇവർക്ക് ഇവിടെ എന്താ കാര്യം? പിണറായി വിജയൻ പറഞ്ഞൊരു മറുപടി ഇല്ലേ, അവരവിടെ ഉണ്ടാകും, കാരണം അത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ മകളാണ്, എൻ്റെ പേരക്കുട്ടികളാണ് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരുതരം ദുഷ്പ്രഭുത്വം, ഒരുതരം ഏകാധിപത്യം, ഒരുതരം ആൾദൈവാരാധന ഇടതുപക്ഷത്തെ പിടികൂടിയിരിക്കുന്നു. ഇപ്പോൾ പിണറായിയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് പറയാം റുമേനിയയിലെ പഴയ ഏകാധിപതി ചെഷസ്ക്യൂവിനെയാണ്. ചെഷസ്ക്യൂവും ഭാര്യയും എല്ലാ ദിവസവും മട്ടുപ്പാവിൽ ഒന്ന് കൈവീശി കാണിക്കും. താഴെ നിന്ന് കുറേ മനുഷ്യർ തിരിച്ച് കൈവീശി കാണിച്ച് അവതാരങ്ങൾ പാടി പിരിഞ്ഞു പോകും. ആദ്യമായി ഒരാൾ കൂവി വിളിച്ചു. ആ കൂവി വിളിച്ച ആളിൻ്റെ കൂക്കുവിളി അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. അത് വലിയൊരു ജനകീയ വിപ്ലവമായി മാറി. ചെഷസ്ക്യൂവിനെയും ഭാര്യയെയും നാട് കടത്തോ മറ്റോ ചെയ്തതാണ്. അവിടെ വലിയൊരു സായുധ വിപ്ലവം വേണ്ടി വന്നു. ഭാഗ്യവശാൽ നമ്മൾ റുമേനിയയിലല്ല, റഷ്യ
റഷ്യയിലല്ല, ഉത്തര കൊറിയയിലല്ല, ജനാധിപത്യ ഇന്ത്യയിലെ ജനാധിപത്യ കേരളത്തിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചെഷസ്ക്യൂ എന്ന് വിളിക്കാൻ കഴിയുന്ന പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തെ ജനകീയ വിചാരണ നടത്തി വിളക്കുകാലിൽ കെട്ടിത്തൂക്കുന്ന തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വെറുതെ പറയല്ല. ഇപ്പൊ ദേശീയപാത എത്ര വലിയ എന്ന് വെച്ചാൽ ആ ഭൂമി ഏറ്റെടുത്തതോടെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല ആകാശത്തുകൂടി ക്യാമറയും നിലമ്പൂരിൽ ദേശീയപാതയാണോ പ്രധാന വിഷയമാവുക? ഒന്നല്ല, ഞാൻ അതുകൊണ്ടാണ് റീൽസുകളുടെ കേരളവും കേരളത്തിലെ ശരാശരി ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും മുഖാമുഖം നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ആ റീൽസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ ദേശീയപാതയിലേക്ക് പോവല്ല. ഇവർക്ക് ഒരു കാര്യമില്ലാത്തടത്ത് ഇവർ നടത്തുമ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തോട്ടൊരു വാർത്തയുണ്ട്, ബേപ്പൂരിൽ ഒരു 2 മിനിറ്റുള്ള 4 വീഡിയോ, അതിന് 40 ലക്ഷം രൂപ, പിന്നീട് എൻ്റെ ബേപ്പൂരിന് 19 ലക്ഷം രൂപ. ഇതൊന്നും പോരാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫ്ലക്സ് ബോർഡുകൾ 500 ഹോൾഡിംഗ്സ് വെക്കാൻ 25 കോടി രൂപ, സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് ഒരു ജില്ലയിൽ 3 കോടി, 14 ജില്ലയും ചേർത്ത് 42 കോടി രൂപ, ഒരു ഹെലികോപ്റ്റർ നമ്മൾ ആരും അത് കേരളത്തിന്റെ ആകാശത്ത് കണ്ടിട്ടില്ല, അതിന് കൊടുക്കുന്നത് 9 കോടി 60 ലക്ഷം രൂപ. ഇതിങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ധൂർത്തിന്റെ മാമാങ്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ 100 ദിവസത്തോളം ആശാവർക്കർമാർ സമരം നടത്തി. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ 1.5 വർഷമായിട്ട് കേരളത്തിൽ മുടങ്ങിക്കിടക്കാണ്. അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ട പോലെ ശമ്പളം അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അർജന്റീന ടീമിനെ കുറിച്ച് ഇവർ പറയുന്നു, പക്ഷേ കേരളത്തിലെ കായിക ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ജനുവരി മാസത്തിൽ അവരുടെ ജേഴ്സി ഊരി തറയിൽ വിരിച്ച് സമരം നടത്തി. കാരണം അവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഭക്ഷണമില്ല. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്നാൽ ഒരു സംശയവും വേണ്ട, നിലമ്പൂരിലെ ജനങ്ങൾ ശക്തമായി ഇവരെ വിചാരണ നടത്തി ജനകീയ ശിക്ഷയ്ക്ക് ഇവർ വിധേയരാവേണ്ടി വരും. ഇത് ഇടതുപക്ഷമാണോ സ്മൃതി? ഞാൻ ചോദിക്കട്ടെ, സ്മൃതിക്ക് ഈ കഴിഞ്ഞ മെയ് മാസം 22-ാം തീയതി, ഞാൻ വേറെ എവിടുന്നും പറയല്ല, CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് സ്മൃതി ഒന്ന് പോയി പരിശോധിക്കണം. ഛത്തീസ്ഗഡിൽ 27 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് അതിനെ അപലപിച്ചുകൊണ്ട് മാവോയിസ്റ്റുകളെ കൊന്നു തീർക്കുക എന്നത് ജനാധിപത്യത്തിന്റെ സമീപനമല്ല എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറയാണ്. ഈ കേരളത്തിലോ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് 8 പേരെയാണ് അവർ കൊന്നത്. അതിൽ ആദ്യത്തെ വെടിയൊച്ച മുടങ്ങിയത് നിലമ്പൂരിലെ കാട്ടിൽ നിന്നാണ്. ഈ രാജ്യം മുഴുവൻ ഇവർ ടോൾ പിരിവിനെതിരല്ലേ, ഇവർ ചുങ്കപ്പാതകൾക്കെതിരല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? കിഫ്ബി വഴി കേരളത്തിലെ നാട്ടുവഴികളെ പോലും ഈ ഗവൺമെന്റ് ചുങ്കപ്പാതകളാക്കാൻ പോവുക. ദേശീയപാതയ്ക്ക് കിഫ്ബിന്ന് 5600 കോടി കൊടുത്തെങ്കിൽ ആ കിഫ്ബിന്ന് എടുത്ത് ചെലവാക്കിയ പൈസയ്ക്ക് ഇപ്പോൾ നാഷണൽ ഗവൺമെന്റിന് ദേശീയപാതയിലും കിഫ്ബിക്ക് ഇവിടുത്തെ നാട്ടുവഴികളിലും ചുങ്കം കൊടുക്കേണ്ട ഗതികേട്. അതാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. വെച്ചാൽ അവിടുത്തെ നിലമ്പൂര് നെഞ്ചിൽ കൈവച്ച് നെറ്റിയിൽ കൈ തൊട്ട് വാനിലേക്ക് മുഷ്ടി എറിഞ്ഞിട്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച നേരും നെറിയുള്ള സഖാക്കളുണ്ട് നിലമ്പൂര്. ഈ രാജ്യത്ത് ഇടതുപക്ഷം ഉയർത്തുന്ന ടോളിനെതിരായ പിന്നെ സായുധ പോലീസ് ഏറ്റുമുട്ടലുകൾക്കെതിരായ ഇടതുപക്ഷത്തിന്റെ എല്ലാ നിലപാടുകളെയും കാറ്റിൽ പറത്തി അമിത്ഷായുടെ സ്കൂളിൽ പോയി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, നരേന്ദ്രമോദിയുടെ സ്കൂളിൽ പോയി ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ചുങ്കം പിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ സഖാക്കൾ പോലും നിലമ്പൂരിൽ വെറുതെ വിടും എന്ന് വിചാരിക്കേണ്ട. ഇത് നിങ്ങൾക്ക് എതിർപക്ഷത്തെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണല്ലോ. പക്ഷേ സ്ഥാനാർത്ഥിയായി VS ജോയ് ആണോ വരിക അതോ ആര്യാടൻ ഷൗക്കത്തോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. നാളെ അതിൽ ഒരു പേരിലേക്ക് എത്തും, ഉച്ചയ്ക്ക് മുൻപേ എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. അങ്ങനെ ഒരു പേരിലേക്ക് എത്തുമ്പോൾ മറ്റേ പേരും ആ പേരിനെ പിന്തുണയ്ക്കുന്നവരും എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ സജീവമാകും? ഈ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്ന ഒരു കാര്യം അതാണല്ലോ. ലീഗ് അതിനെ എങ്ങനെ കാണുന്നു? അല്ല, ഈ നിലമ്പൂരിലെ UDFന്റെ പ്രചരണത്തെ സംബന്ധിച്ച് ഒന്നും ഞങ്ങൾക്ക് ഒരു ആവേശമില്ല. നാളെ ഒരുപക്ഷെ കോൺഗ്രസ് നാളെ ഉറപ്പായും പേര് പ്രഖ്യാപിക്കും എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ആ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ നമ്മൾ എത്രയൊക്കെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF നടത്തിയ ഒരു തയ്യാറെടുപ്പുണ്ട്, ഞങ്ങൾ നടത്തിയ ഒരു വലിയ പ്രവർത്തനമുണ്ട്. അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂരിലും അത് തന്നെ സംഭവിക്കും. മറ്റൊരു നിലക്കുള്ള ആശങ്കയും ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കില്ല. പൂർണ്ണമായ ആത്മവിശ്വാസം. നാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. CPM-ന് മറ്റന്നാളല്ലാതെ ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ച വേണം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എന്നാൽ പോലും ഞങ്ങളെക്കാൾ 1 മണിക്കൂർ മുമ്പ് കഴിയുമോ? അവിടെ പിണറായി വിജയന്റെ ഗവൺമെന്റാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ചുറ്റികാരി നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി നടത്തട്ടെ, കാണാലോ. സനോജ് മറുപടി നൽകും. പാർട്ടി സ്ഥാനാർത്ഥിയാണോ അതോ സ്വതന്ത്രനാണോ ഉണ്ടാവുക എന്നതിൽ ഒരു സൂചനയെങ്കിലും ഇടവേളയ്ക്ക് ശേഷം സനോജ് നൽകുമെന്ന് പ്രതീക്ഷ. സനോജ്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ പറഞ്ഞ വെല്ലുവിളി കേട്ടല്ലോ. ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കും അതോ സ്വതന്ത്രനായിരിക്കുമോ എന്നുള്ള
ചോദ്യത്തിൽ മറുപടി ഈ ഘട്ടത്തിൽ നൽകാനാകുമോ? ഒരു പ്രമുഖനായിരിക്കും എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എല്ലാ സ്മൃതി, സാധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ വെച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പതിവില്ലല്ലോ. അത് ഷിബു മീരാന് വേറെ വെല്ലുവിളിയൊന്നും നടത്താനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടും വേറെ വെല്ലുവിളിക്ക് വിഷയമില്ലാത്തതുകൊണ്ടും ഇങ്ങനെ ഒരു വെല്ലുവിളി വിളിച്ച് ആളുകൾക്ക് മുന്നിൽ ചില അവതരണങ്ങൾ നടത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യണം, നമ്മുടെ പാർട്ടി ചർച്ച ചെയ്യണം. അങ്ങനെയാണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അത് അടുത്ത ദിവസം തന്നെ വൈകാതെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ ഷിബു മീരാൻ ഇപ്പോൾ പറയുന്ന കൂട്ടത്തിൽ എന്തോ റീൽസ് ഇടുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വല്ലാതെ ആശങ്കപ്പെടുകയാണ്. അദ്ദേഹം ഏത് ലോകത്തെ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. സാധാരണ നിലയിൽ ഏത് മാധ്യമ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണോ ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുക ആ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ലേ സാധാരണ സ്വീകരിക്കുക. ഇപ്പോൾ റീൽസിൻ്റെ കാലമാണ്. റീൽസ് ഉപയോഗിക്കും. നേരത്തെ ഫ്ലക്സ് അടിച്ചു വെക്കുമായിരുന്നു. അതിനു മുന്നേ കുറേ നോട്ടീസുകൾ അടിച്ചിട്ട് വീടുകളിൽ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ രീതിയിൽ കൂടിയാണല്ലോ ജനങ്ങളുമായിട്ട് സംവദിക്കുക. ഇപ്പം ജനങ്ങളുമായി സംവദിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയായി സംവദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് റീൽസ്. ആ റീൽസിൽ കൂടി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വസ്തുതാപരമായി കാണിക്കണം. ഇവിടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളാണല്ലോ റീൽസായി വന്നത് സനോജ്. അപ്പോൾ അത് തകരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളും റീൽസായി വരണ്ടേ? തീർച്ചയായിട്ടും പറയാം. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എന്താണ് അവകാശവാദം റീൽസായിട്ട് വന്നത്? എന്താണ് കേരളത്തിലെ ദേശീയപാതയുടെ നേരത്തെ അവസ്ഥ? ഷിബു മീരാൻ നേതൃത്വം കൊടുക്കുന്ന UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊരു ഭരണം നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലം. ആ കാലത്ത് 30 മീറ്റർ പോലും നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതിയാണല്ലോ. ഉമ്മൻചാണ്ടി തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുന്ന വീഡിയോ ഞാനിപ്പോൾ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഒന്നും കേരളത്തിൽ നടക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദേശീയപാത പറയാനുണ്ടായ സാഹചര്യം സനോജ് ഒന്ന് പറയാമോ? കൂട്ടിയിട്ട് പറയാനുണ്ടായ സാഹചര്യം ഒന്ന് സനോജ് പറയാമോ? എന്തുകൊണ്ട് അങ്ങനെ പറയട്ടെ. അതിനുശേഷവും സാഹചര്യം മാറിയിട്ടുണ്ട്. അതിനുശേഷവും ചില സാഹചര്യങ്ങളും സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നേരിടാൻ ആവശ്യമായ ഇച്ഛാശക്തി, അത് നേരിടാൻ ആവശ്യമായിട്ടുള്ള കരുത്ത് ആര് പ്രകടിപ്പിച്ചു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് വന്ന നിയമം അത് കാലാകാലങ്ങളിൽ മാറിയത്, ഭീമമായ തുക നഷ്ടപരിഹാരം കിട്ടുന്ന സാഹചര്യം വന്നത്, അപ്പോൾ പിന്നെ വീടും ഇരിക്കുന്ന സ്ഥലമൊക്കെ വിട്ടുകൊടുക്കാൻ ആളുകൾ ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം, അതൊരു സാഹചര്യം മാറില്ലല്ലേ? അതൊരു ഇച്ഛാശക്തി കൊണ്ട് പ്രത്യേകം നേടിയെടുത്തൊരു കാര്യമാണ്. ഒരു സാഹചര്യം അല്ലല്ല, ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങളുണ്ടായല്ലോ. ഈ സാഹചര്യത്തിൽ പുതിയ ഇത്രയും പണം കൊടുക്കാമെന്ന് പറയുന്ന ഘട്ടത്തിലും ഇതിനെ മുടക്കാൻ വേണ്ടിയിട്ട് UDF ശ്രമിച്ചു. ഞങ്ങൾ ആ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കീഴാറ്റൂരിൽ സമരം നടത്താൻ വേണ്ടിയിട്ട് UDFും BJPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം കൈകോർത്ത് പിടിച്ചിട്ട് ഇത് പാടില്ല, ഇത് വിടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ തുരങ്കപാത പ്രതിപക്ഷ നേതാവിൻ്റെ പറഞ്ഞല്ലോ, വയനാട്ടിലേക്കുള്ള തുരങ്കപാത പ്രതിപക്ഷം അനുവദിക്കില്ല എന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ തീരദേശ ഹൈവേ വേണ്ട എന്ന് പറഞ്ഞല്ലോ. മലയോര ഹൈവേക്കെതിരായ നിലപാട് സ്വീകരിച്ചല്ലോ. ഇപ്പൊ കേരളത്തിന്റെ മൊത്തത്തിൽ വികസനം മുടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ അതിജീവിച്ച് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയി. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കീഴാറ്റൂരിൽ UDF ആണല്ലോ അതിന് പിന്നിൽ വളരെ സജീവമായി നിന്നത്. UDFിന്റെ എല്ലാ നേതാക്കന്മാരും അവിടെ പോയല്ലോ. UDF ആ സമരത്തിന്റെ ഭാഗമായി നിന്നിട്ടില്ലേ? ആ സമരം ആരുടേതായിരുന്നു സനോജ്? വയൽക്കിളി സമരം UDFും BJPയും സ്പോൺസർ ചെയ്ത സമരമായിരുന്നു. വയൽക്കിളി സമരം UDFും BJPയും കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളും സ്പോൺസർ ചെയ്ത സമരമായിരുന്നു. നിങ്ങൾ പറയുന്നതെല്ലാം വലിയ വസ്തുതയും ഞാൻ പറയുന്നതെല്ലാം ആരോപണമാണോ? നിങ്ങൾ പറയുന്നത് തെളിയിക്ക്. എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ അത് വസ്തുതയും ഞാൻ പറയുമ്പോൾ ആരോപണമല്ല, യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാഗത്തുള്ള വാദമാണ് ഞാൻ പറയുന്നത്. ഇത് കേരളം കണ്ടതാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിൽ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പണം കൊടുത്തു, ഇടപെട്ടു. അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തടസ്സങ്ങളെല്ലാം നീക്കിക്കൊടുത്തു. അതിൽ ഞങ്ങൾ അഭിമാനിക്കും. അതിൽ ഞങ്ങൾ റീൽസ് ഇടും, ഇനിയും റീൽസ് ഇടും. ഞാനിത് പറയട്ടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 42 കോടിയാണ് ഷിബു മീരാനെ ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിച്ചത്. പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട്, മറ്റേ ഫ്ലക്സ് വെക്കാൻ വേണ്ടിയിട്ട്, വലിയ ഹോർഡിങ്സ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്. നിയമസഭാ രേഖ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഇതിനെല്ലാം വേണ്ടി പണം ചെലവഴിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ ഇത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ പണ്ട് വില്ലേജ് ഓഫീസർ വാങ്ങിവെക്കേണ്ട അപേക്ഷാ ഫോറം വാങ്ങിവെക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി നേരിട്ട് യാത്ര നടത്തിയല്ലോ. എന്തെല്ലാം PR വർക്കർ ഉമ്മൻചാണ്ടി നടത്തി ഈ കേരളത്തിൽ,
എന്തായിരുന്നു ഫലം? അപ്പോ നിങ്ങൾ ഉമ്മൻചാണ്ടിയല്ലേ നടത്തുന്ന യാത്ര എത്ര എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? പാവപ്പെട്ട കിടപ്പ് രോഗികളെയാണ് നിങ്ങൾ ഈ മന്ത്രിസഭ കിടക്കയിൽ തന്നെ നിന്ന് ഒരുമിച്ചങ്ങ് എഴുന്നേൽപ്പിച്ച് യാത്ര ചെയ്യുന്ന യാത്ര ഞാൻ എങ്ങനെയാണ് പറയാം, വ്യത്യസ്തമാകുന്നത്? പാവപ്പെട്ട ഞങ്ങൾ അവിടെ വെച്ച് അപേക്ഷ വാങ്ങിയിട്ട് അപ്പൊ തന്നെ 10,000 രൂപ എണ്ണി കൊടുക്കുന്നില്ല. അതിനെല്ലാം ഗവൺമെന്റ് സംവിധാനമുണ്ട്. അല്ല, ഗവൺമെന്റ് കിടപ്പിലായ ഒരു സംവിധാനം രോഗിയെ തലസ്ഥാനത്തില്ലേ? ഉമ്മൻചാണ്ടി മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തുക. നടന്നു ഭരിക്കുകയാണോ സനോജ്? കിടപ്പിലായ ഒരു രോഗിയെ കിടപ്പിലായ രോഗികളെ കട്ടിലിൽ ഇങ്ങനെ താങ്ങിപ്പിടിച്ചിട്ട് ഉമ്മൻചാണ്ടി മുന്നിൽ കൊണ്ടിരുത്തുക. എൻ്റെ ഉമ്മൻചാണ്ടി കെട്ടിപ്പിടിക്കുക, അത് ഫോട്ടോ എടുക്കുക, അത് വാർത്തയാക്കുക. ഉമ്മൻചാണ്ടി കാരുണ്യവാനായ മനുഷ്യനാണെന്ന് പറയുക. അപ്പം തന്നെ ഉമ്മൻചാണ്ടി 25,000 രൂപ അയാൾക്ക് അനുവദിച്ചു എന്ന് പറയുക. ഇതാണോ പരിപാടി? ഇതാണോ ജനസേവനം? ഇതൊക്കെ കൊടുക്കാൻ ആവശ്യമായ അതല്ല ജനസേവനം. പൗരപ്രമുഖരെ കണ്ട് അതത് സ്ഥലങ്ങളിൽ സന്ദർശിച്ച് പൗരപ്രമുഖരെ കണ്ട് പരാതികൾ എഴുതി വാങ്ങി ഓരോ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഇവിടെ ഭരണമുണ്ട് എന്ന് ഓരോ ജില്ലയും ബോധ്യപ്പെടുത്തി വരുന്നതാണ് യഥാർത്ഥ ഭരണം. ഏത് പൗരപ്രമുഖരെ കുറിച്ചാണ് പറയുന്നത്? എനിക്കറിയില്ല, നിങ്ങളാണ് പൗരപ്രമുഖരെ കണ്ടത്? ആദിവാസി മേഖലയിലെ ഒരു മൂപ്പന്മാരെ കാണുന്നതാണോ? ആര് പറഞ്ഞു ആദിവാസി മേഖലയിലെ ഊരുമുപ്പന്മാരെ കണ്ടതല്ലോ വാർത്തയും ചിത്രങ്ങളുമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കണ്ണൂരിലെ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ പ്രതിനിധി ഉണ്ടായിട്ടുണ്ട്, നിർമ്മാണ തൊഴിലാളിയുടെ പ്രതിനിധി ഉണ്ടായിട്ടുണ്ട്, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗത്തിന്റെയും പ്രതിനിധി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അറിയാനും എന്താണ് അവിടെ ആവശ്യങ്ങളെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒന്ന് ചുരുക്കി പറയണം, ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനലായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും രണ്ട് മുന്നണികൾക്കും. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് അൻവറിനുമൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നില്ലെങ്കിൽ അത് ഭാവിയിലെ വലിയൊരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അതെന്തുകൊണ്ടാണ് എന്ന് BJP വ്യക്തമാക്കേണ്ടി വരും. 8% വോട്ട് അവർക്കുള്ളതാണ്. ആ വോട്ട് എവിടെ പോകും? ആ വോട്ട് ആർക്കാണ് കൊടുക്കാൻ കരാറ് ആയിരിക്കുന്നത്? ഇതിനൊക്കെ BJP മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുമായിട്ടുള്ള പ്രശ്നം അതിവിടെ ചർച്ചയാവും. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, യാതൊരു സംശയവും വേണ്ട, 41,000 രൂപ മുടക്കി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണിയുന്ന റോഡ്, അതിന് 5,600 കോടി രൂപയുടെ ഭൂമി എടുത്തതിന് പേരിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അടിച്ചെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതും ചർച്ച ചെയ്യും. അത് റീലാക്കിയാൽ ജനങ്ങൾ മനസ്സിലാക്കും. അവർക്കത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഒന്നിച്ച് ചർച്ച ചെയ്യുന്ന ചൂട് പിടിച്ച വിഷയങ്ങൾ ധാരാളമുണ്ട്. മണിക്കൂറുകൾ മാത്രം. വളരെ നന്ദി. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, VK സനോജ്, P ശ്യാംരാജ്, സണ്ണിക്കുട്ടി എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.